Hello everyone. CUT PG 2026 കംപ്ലീറ്റ് സിലബസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ മൊഡ്യൂളിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം CUTയിൽ നമുക്ക് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 75 ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സബ്ജക്ട് സ്പെസിഫിക് നോളജ് ആണ്. അതായത് സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ് വരുന്നത്. മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി ആ ഒരു ലാംഗ്വേജിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സിലബസ് നോക്കുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് വരുന്നത്. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ്, അതിൽ തന്നെ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ദെൻ വാൻഡർവാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, അതിന്റെ ഡെറിവേഷൻസ്, ദെൻ വാൻഡർവാളിന്റെ യൂണിറ്റ് AB, അതിന്റെ യൂണിറ്റുകൾ, അതുപോലെ ബോയിൽ ടെമ്പറേച്ചർ, then isothermal of real gases and their comparison with വാൻഡർവാൾ ഐസോതേർം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമുക്ക് അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ കൊളീഷൻ ഫ്രീക്വൻസി, കൊളീഷൻ ഡയമീറ്റർ, മീൻ ഫ്രീ പാത്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ഇതില് മീൻ ഫ്രീ പാത്തും കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് വരുന്നത്, അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ദെൻ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റീസ്. നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ഷുവർ ആയിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു മാക്സ്വെൽ മോളിക്കുലാർ വെലോസിറ്റി, അതിലെ ആവറേജ്, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, അതുപോലെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത് എപ്പോഴും ഈ ഒരു മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി, അതായത് ആവറേജ്, റൂട്ട് മീൻ സ്ക്വയർ, മോസ്റ്റ് പ്രോബബിൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വാൻഡർവാൾ ഇക്വേഷൻ ബേസ്ഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ വാപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അവരൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, എങ്ങനെയാണ് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഷറുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് ഡിറ്റർജൻസ്. ദെൻ അയോണിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ, അയണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ബേസ്, pH സ്കെയിൽ, കോമൺ അയോൺ ഇഫക്റ്റ്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. Then buffer solutions, Henderson equation, then buffer capacity, buffer range, അതുപോലെ തന്നെ ആസിഡ് ബേസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ് റിയാക്ഷൻ, ലെവലിംഗ് സോൾവെന്റ്, ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്, then ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് ഇന്ററാക്ഷൻ, അതിന്റെ ആപ്ലിക്കേഷൻ, HSAB പ്രിൻസിപ്പിൾ, അതാണ് അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ ബേസ് ടൈട്രേഷൻ, ടൈട്രേഷൻ കർവ്, തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതാണ് അയോണിക് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. ദെൻ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ലോ ഓഫ് റാഷണൽ ഇൻഡസിസ്, മില്ലർ ഇൻഡസിസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 7 ബേസിക് ക്രിസ്റ്റൽ സിസ്റ്റം, 14 ബ്രേവിസ് ലാറ്റിസ്, ബ്രാഗ്സ് ലോ, then analysis of powder diffraction pattern of NaCl, cesium chloride, potassium chloride, അതുപോലെ തന്നെ various type of defects in crystal, stoichiometric, non stoichiometric defects, അതുപോലെ liquid crystal. ദെൻ തെർമോഡൈനാമിക്സിൽ നമ്മൾ രണ്ട് ഏരിയ ആയിട്ടാണ്, തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രി ആയിട്ടാണ് പറയാറുള്ളത്. അതിൽ ബേസിക്കിൽ നിന്നും ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ എന്താണ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, പ്രോബ്ലംസ് ചോദിക്കും, എൻതാൽപി, ഇന്റേണൽ എനർജി, അതുപോലെ ഇതിൽ കാൽക്കുലേഷൻ ഓഫ് QW, U and H for റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. ദെൻ തെർമോ കെമിസ്ട്രിയിൽ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പറയാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ തെർമോ കെമിസ്ട്രിയിൽ നമുക്ക് ഹീറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ് വരുന്നത്. അതിൽ കാൽക്കുലേഷൻ ഓഫ് ബോണ്ട് എനർജി, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, കിർച്ചോഫ് ഇക്വേഷൻസ്. ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമുക്ക് കോൺസെപ്റ്റ് ഓഫ് എൻട്രോപ്പി ആണ് വരുന്നത്. ദെൻ കാൽക്കുലേഷൻ ഓഫ് എൻട്രോപ്പി ചേഞ്ച് ഫോർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്,
തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണെങ്കിൽ റെസിഡ്യുവൽ എൻട്രോപ്പി, കാൽക്കുലേഷൻ ഓഫ് അബ്സല്യൂട്ട് എൻട്രോപ്പി ഓഫ് മോളിക്യൂൾസ്. ഫ്രീ എനർജി ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മാക്സ്വെൽ റിലേഷൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിബ്സ് ആൻഡ് ഹെൽമോൾട്സ് എനർജി, വേരിയേഷൻ ഓഫ് SGA വിത്ത് ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ. അതുപോലെ ഫ്രീ എനർജി ചേഞ്ചും സ്പോണ്ടേനിയറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, റിലേഷൻ ബിറ്റ്വീൻ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്, അതുപോലെ ഇൻവേർഷൻ ടെമ്പറേച്ചർ, ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. Then partial molar quantities, അതിൽ ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷൻ, കെമിക്കൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ. Then അടുത്ത നമുക്ക് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ അതുപോലെ തന്നെ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടീസിലാണെങ്കിൽ റോവോൾസ് ലോ, അതുപോലെ ഹെൻറീസ് ലോ, അതുപോലെ തന്നെ 4 കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ്, അതുപോലെ ന്യൂമറിക്കൽസ്, ഓസ്മോട്ടിക് പ്രഷർ ബേസ്ഡ് ആണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതുപോലെ അബ്നോർമൽ മോളിക്കുലാർ മാസ് എങ്ങനെയാണ്, ഡിസോസിയേഷൻ, അസോസിയേഷൻ എങ്ങനെയാണ് വരുന്നത്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഫോട്ടോ കെമിസ്ട്രിയിൽ നമുക്ക് ബോൺ ഓപ്പൺ ഹീമർ അപ്രോക്സിമേഷൻ, അതുപോലെ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള തിയറി, സെലക്ഷൻ റൂളുകൾ, അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ബോൺ ലെങ്ത് ഓഫ് ഡയാറ്റോമിക് ആൻഡ് ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ. ദെൻ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, അതിലും എന്താണ് നമുക്ക് അതിന്റെ തിയറിയാണ്. അതുപോലെ അൺഹാർമോണിസിറ്റി, മോസ് പൊട്ടൻഷ്യൽ, ഡിസോസിയേഷൻ എനർജി, ദെൻ ഓവർടോൺ, ഹോട്ട് ബാൻഡ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ വൈബ്രേഷൻ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ PQR ബ്രാഞ്ച്, ഡയാറ്റോമിക് വൈബ്രേറ്റിംഗ് റൊട്ടേറ്റർ, PQR ബ്രാഞ്ചസ്. രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിൽ നമുക്ക് അതിന്റെ തിയറി വരുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ് ആന്റി സ്റ്റോക്സ് ലൈന്, അവരുടെ ഇന്റൻസിറ്റി ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്, റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിൾ, നല്ല ഇമ്പോർട്ടന്റ് ആണ് ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിൾ. അതുപോലെ ഫോട്ടോ കെമിസ്ട്രിയിൽ നമുക്ക് സിംഗ്ലറ്റ്, ട്രിപ്ലറ്റ്, ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ് എങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഫോട്ടോ ഫിസിക്കൽ ആൻഡ് ഫോട്ടോ കെമിക്കൽ പ്രോസസ്. അതിലാണ് ജബ്ലോൻസ്കി ഡയഗ്രാം. ജബ്ലോൻസ്കി ഡയഗ്രാം അതില് ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ജബ്ലോൻസ്കി ഡയഗ്രാം. അതുപോലെ ക്വാണ്ടം എഫിഷ്യൻസി, ക്വാണ്ടം yield എങ്ങനെയാണ് ഓരോ റിയാക്ഷൻസിലും വരുന്നത്. Then fluorescence, phosphorescence, chemiluminescence, then Beer-Lambert's law. Beer-Lambert's law അത് വെച്ചിട്ട് absorbance, molar extinction coefficient calculations ഒക്കെയാണ് ചോദിക്കാറ്. കാൽക്കുലേഷൻ ആണ് Beer-Lambert's law റിലേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കെമിക്കൽ കൈനറ്റിക്സിൽ ഓർഡർ, അതുപോലെ മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻസ് ആണ് വരുന്നത്. Then pseudo and unimolecular reaction. Then order, എങ്ങനെയാണ് ഓർഡർ കാൽക്കുലേഷൻ, കൈനറ്റിക്സ് ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ, ഓരോ റിയാക്ഷനിലും ഒപ്പോസിംഗ് റിയാക്ഷൻ, പാരലൽ റിയാക്ഷൻ, കോൺസിക്യൂട്ടീവ് റിയാക്ഷൻ, ചെയിൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റിയാക്ഷൻ റേറ്റിലെ അരീനിയസ് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ടിവേഷൻ എനർജി, ദെൻ കൊളീഷൻ തിയറി എങ്ങനെയാണ് വരുന്നത്. ദെൻ കറ്റാലിസിസിൽ ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്, ഡിഫറെന്റ് കാറ്റലിസ്റ്റ്, അതിന്റെ സ്പെസിഫിസിറ്റി, സെലക്ടിവിറ്റി, അതുപോലെ എൻസൈം കറ്റാലിസിസ്, മിക്കൽസൺ മെന്റൻ മെക്കാനിസം, ആസിഡ് ബേസ് കറ്റാലിസിസ്. സർഫസ് കെമിസ്ട്രിയിൽ ഫിസിസോഷ്യം, കെമിസോഷ്യം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡിഫറെന്റ് അഡ്സോഷൻ ഐസോതേമുകൾ ഏതാണ്, ഫ്രണ്ട്ലിച്ച്, അതുപോലെ ലാങ്മിയർ അഡ്സോഷൻ ഐസോതേം, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതുപോലെ BET തിയറി ഓഫ് മൾട്ടി ലെയർ അഡ്സോഷൻ. ഫേസ് ഇക്വിലിബ്രിയയില് കൺസെപ്റ്റ് ഓഫ് ഫേസസ് ആണ്. കമ്പോണൻസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണുന്നത് ഗിബ്സ് ഫേസ് റൂള് എങ്ങനെയാണ് നമ്മൾ 1 കമ്പോണന്റ് സിസ്റ്റം, അതുപോലെ 2 കമ്പോണന്റ് സിസ്റ്റം, ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലോഷ്യസ് ക്ലാപ്രോൺ ഇക്വേഷൻ ആണ് അതിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓരോ കമ്പോണന്റ് സിസ്റ്റത്തിലും എങ്ങനെയാണ് നമ്മൾ ഗിബ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോന്നിന്റെയും ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്. ദെൻ ഇതിൽ തന്നെ ബൈനറി സൊല്യൂഷനിൽ ഗിബ്സ് ഡ്യൂഹാം മാർഗ്ലസ് ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ, ആപ്ലിക്കേഷൻസ്. അസിയോട്രോപ്പ് എന്താണ് വരുന്നത്, നേൺസ് ഡിസ്ട്രിബ്യൂഷൻ ലോ. ദെൻ ക്വാണ്ടം കെമിസ്ട്രിയിലാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഇൻട്രൊഡക്ഷൻസ് വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ, ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ന്യൂമറിക്കൽസ് ചോദിക്കും ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് നോർമലൈസേഷൻ, ഓർത്തോഗണാലിറ്റി, അതിന്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് വരുന്നത്, ബേസിക് ഐഡിയ ഓഫ് ഓപ്പറേറ്റർ, എയ്ഗൺ ഫംഗ്ഷൻ, എയ്ഗൺ വാല്യൂ, അതുപോലെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ. ദെൻ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്, അതിന്റെ എനർജി എങ്ങനെയാണ് അതിൽ കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഇക്വേഷൻസ്, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്.
ദെൻ ഇതില് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ, പോളാർ കോർഡിനേറ്റ്സ്, അതുപോലെ റേഡിയൽ ആൻഡ് ആംഗുലാർ പാർട്ട് ഓഫ് ഹൈഡ്രോജനിക് ഓർബിറ്റൽസ്, ഡീജനറസി, സ്ഫെറിക്കൽ ഹാർമോണിക്സ് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതില് നെക്സ്റ്റ് വരുന്നത് റിജിഡ് റൊട്ടേറ്റർ മോഡൽ ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. ദെൻ ഹൈഡ്രജൻ ലൈക്ക് ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് അയോൺസിൽ അതിന്റെ സെറ്റിംഗ് അപ്പ് ഓഫ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്, റേഡിയൽ പാർട്ട്, അതുപോലെ തന്നെ LCAO MO ട്രീറ്റ്മെന്റ് ഓഫ് H2H2+, ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ, അതുപോലെ കമ്പാരിസൺ ഓഫ് LCAO MO ആൻഡ് VB ട്രീറ്റ്മെന്റ് ഓഫ് H2 ആൻഡ് their limitations. Then കണ്ടക്ടൻസ്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് കണ്ടക്ടൻസ് ഇലക്ട്രോ കെമിസ്ട്രി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അരീനിയസ് തിയറി, അതുപോലെ ഇക്വലൻ ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് their വേരിയേഷൻ വിത്ത് ഡയലൂഷൻ ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതുപോലെ തന്നെ കോൾറാഷസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്, കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺ, ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ, വെയിൻ എഫക്റ്റ്, ഡിബേ-ഫാക്കൻ-ഹാഗൻ എഫക്റ്റ്, ഡയറക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാറുണ്ട്. ദെൻ വാൾഡൻ റൂള് എങ്ങനെയാണ് വരുന്നത്, പിന്നെ അയോണിക് വെലോസിറ്റി, അയോണിക് മൊബിലിറ്റി, ട്രാൻസ്ഫറൻസ് നമ്പർ, ട്രാൻസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ ഹിറ്റ്രോഫ് ആൻഡ് മൂവിംഗ് ബൗണ്ടറി മെത്തേഡ്, ഡിറ്റർമിനേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് നമ്പേഴ്സ്, അതിന്റെ ഡിഫറെന്റ് മെത്തേഡുകൾ. ദെൻ ഇലക്ട്രോ കെമിസ്ട്രിയിലാണെങ്കിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഫാരഡേസ് ഫസ്റ്റ് ലോ, അതുപോലെ സെക്കൻഡ് ലോ ചോദിക്കാറുണ്ട്. അതുപോലെ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വരുന്നത്. ദെൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ, അതുപോലെ നേൺസ്റ്റ് ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇതിലെ EMF മെഷർമെന്റ്, ഡിറ്റർമിനിങ് ഫ്രീ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, pH വാല്യൂ, ഇതൊക്കെയാണ്. ദെൻ കോൺസെൻട്രേഷൻ സെൽ വിത്ത് ആൻഡ് വിത്തൗട്ട് ട്രാൻസ്ഫറൻസ്, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ, ആസിഡ് ബേസ് റിഡോക്സ്, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ. ഇപ്പോൾ ഫിസിക്കലില് ഒരു ഏകദേശ ഐഡിയ, സിലബസിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ അറ്റോമിക് സ്ട്രക്ചറിൽ നമ്മൾ ബോർ തിയറി, ബോർ തിയറി, അതിൽ തന്നെ ഡിഫറെന്റ് ആറ്റോമിക് തിയറികളാണ്, അതിന്റെ ലിമിറ്റേഷൻ, അതുപോലെ ഹൈഡ്രജൻ സ്പെക്ട്രം എങ്ങനെയാണ് വരുന്നത്, ഡി ബ്രോഗ്ലി ആൻഡ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ് ഓഫ് psi ആൻഡ് psi സ്ക്വയർ, ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് their സിഗ്നിഫിക്കൻസ്, അതുപോലെ റേഡിയൽ ആൻഡ് ആംഗുലാർ വേവ് ഫംഗ്ഷൻസ്, റേഡിയൽ ആൻഡ് ആംഗുലാറിനോട് കാണുന്നത് ഷേപ്പ് ഓഫ് SPDF ഓർബിറ്റൽ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, ഓഫ് ബൗ പ്രിൻസിപ്പിൾ. Then periodicity of elements le S and SPDF block elements അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വരുന്നത്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്റ്റ് എന്താണ്, സ്ലേറ്റർ റൂൾ എന്താണ്, അതുപോലെ അറ്റോമിക് റേഡിയൈ, അയോണിക് റേഡിയൈ, കൊവാലന്റ് റേഡിയൈ, അയണൈസേഷൻ എൻതാൽപ്പി, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ ഡിഫറെന്റ് സ്കെയിൽ, പോളിംഗ് മുള്ളിക്കൻ, ആൽഫ്രഡ് റോഷോ സ്കെയിൽ എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കെമിക്കൽ ബോണ്ടിങ്ങിൽ അയോണിക് ബോണ്ട് ആണ്, അതിൽ തന്നെ ബോൺലാൻഡ് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ലാറ്റിസ് എൻതാൽപ്പിയുടെ എക്സ്പ്രഷൻ, മെഡ്ലം കോൺസ്റ്റന്റ്, ബോൺ ഹാബർ സൈക്കിൾ, അതിന്റെ ആപ്ലിക്കേഷൻ. ദെൻ കൊവാലൻ ബോണ്ടിലാണെങ്കിൽ നമുക്ക് VSEPR തിയറി, അത് വെച്ചിട്ട് ഷേപ്സ് എങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്, ലോൺ പെയറിലും ബോണ്ട് പെയറിലും എങ്ങനെയാണ് ഷേപ്പ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്, വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ, അതുപോലെ ബെൻഡ് റൂൾ എന്താണ്, റെസൊണൻസ് ആൻഡ് റെസൊണൻസ് എനർജി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അത് ഹോമോന്യൂക്ലിയറിലും ഹെട്രോന്യൂക്ലിയറിലും എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വരുന്നത്, അതിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ്. ദെൻ ഫജാൻസ് റൂൾ ആണ് നെക്സ്റ്റ് വരുന്നത്, അതിൽ പോളറൈസേഷൻ, പോളറൈസിംഗ് പവർ, പോളറൈസബിലിറ്റി, അയോണിക് ക്യാരക്ടർ ഇൻ കോവാലൻ ബോണ്ട്, ഇതൊക്കെയാണ് വരുന്നത്. ദെൻ മെറ്റാലിക് ബോണ്ടിങ് ആൻഡ് വീക്ക് കെമിക്കൽ ഫോഴ്സസിലാണെങ്കിൽ മെറ്റാലിക് ബോണ്ടിൽ നമുക്ക് സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ തന്നെ വീക്ക് ഫോഴ്സിൽ വാൻഡർവാള്, അയോൺ ഡൈപോൾ, ഡൈപോൾ ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ, ഈ ഒരു വീക്ക് ഫോഴ്സസിനെ കുറിച്ച് വരുന്നത്.
ഓക്സിഡേഷൻ റിഡക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജിയിലാണെങ്കിൽ നമുക്ക് റിഡോക്സ് ഇക്വേഷൻസ് ആണ്. അതുപോലെ എല്ലിംഗ്ഹാം ഡയഗ്രം ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ, ഹൈഡ്രോ മെറ്റലർജി എന്താണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, ഡിഫറെന്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, വാൻ ആർക്കൽ മെത്തേഡ്, മോൺസ് പ്രോസസ്, സോൺ റിഫൈനിങ്. കെമിസ്ട്രി ഓഫ് എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിലെ ഇനേർട്ട് പെയർ എഫക്ട് വെരി വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഡയഗണൽ റിലേഷൻഷിപ്പ്, അലോട്രോപ്പി ഓഫ് കാറ്റിനേഷൻ, കോംപ്ലക്സ് ഫോർമേഷൻ, അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ബെർലിയം, അസറ്റേറ്റ് ആൻഡ് നൈട്രേറ്റ്, ബോറിക് ആസിഡ് ആൻഡ് ബോറൈഡ്സ്, എല്ലാത്തിന്റെയും അതിന്റെ ഒക്കെ ഏതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ടുകൾ പറഞ്ഞത് അതിന്റെ ഒക്കെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതുപോലെ യൂസസ് ആണ്. Then phosphorus, peroxo acids or sulfur interhalogen compound, polyhalide ion, pseudo halogen, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ. നോബിൾ ഗ്യാസ് ആണെങ്കിൽ നോബിൾ ഗ്യാസിലെ ക്ലാത്തറൈറ്റ്സ്, അതിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് XCF2, XCF4, XCF6, അതുപോലെ തന്നെ ഷേപ്സ് ആണ് ഇതിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ബോണ്ടിങ്, വാലൻസ് ബോണ്ട് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ ട്രീറ്റ്മെന്റ് ഓഫ് XCF2. ദെൻ ഇനോർഗാനിക് പോളിമേഴ്സിലാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് വരുന്നത്, അതിന് ഓർഗാനിക് പോളിമർ ആയിട്ട് കമ്പാരിസൺ നടത്തുന്നത് എങ്ങനെയാണ്, അതുപോലെ സിന്തസിസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് സിലിക്കൺ ആൻഡ് സിലോക്സൈന്, ബോറസിൻ, സിലിക്കേറ്റ്, ഫോസ്ഫസിൻ, പോളി സൾഫേറ്റ്. കോർഡിനേഷൻ കെമിസ്ട്രി നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അതിൽ നമുക്ക് ഡിഫറെന്റ് തിയറീസ് ആണ് വരുന്നത്. വെർണേഴ്സ് തിയറി, EN റൂൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അത് വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കാണുന്നത്, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഡെൽറ്റ, ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ കോർഡിനേഷൻ, ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ ഫ്രം ഒക്ടാഹെഡ്രൽ ജോമെട്രി, അതായത് യാൻ ടെല്ലർ തിയറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്, ഡിയോർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ ട്രയാഗണൽ പിരമിഡില്, സ്ക്വയർ പിരമിഡില്, ക്യൂബിക് ലിഗാൻ ഫീൽഡ് എൻവയോൺമെന്റ്, അതുപോലെ CFSE വാല്യൂ കാൽക്കുലേഷൻ, അത് എങ്ങനെയാണ് അതിന്റെ കോൺസിക്വൻസ് ലാറ്റിസ് എൻതാൽപ്പിയിലെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷനിലെ റേഡിയസിലൊക്കെ വരുന്നത് എന്നുള്ളത്. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് റെപ്രസെന്റേറ്റീവ് കോർഡിനേഷൻ കോംപ്ലക്സസ്, അതുപോലെ IUPAC നെയിം ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ്, ഐസോമറിസം. ഓക്കെ, ദെൻ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് കോംപ്ലക്സസ് വിത്ത് കോർഡിനേഷൻ നമ്പർ 4 and 6, ചീലേറ്റ് എഫക്ട്. ട്രാൻസിഷൻ എലമെന്റ്സിലാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതിൽ കളറ്, അതുപോലെ വേരിയബിൾ വാലൻസി, മാഗ്നറ്റിക് ആൻഡ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്, എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ്, ദെൻ സ്റ്റെബിലിറ്റി ഓഫ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ്, പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതൊക്കെ ലാന്തനോയിഡ് ആക്ടിനോയിഡ്സിൽ എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കളറ്, സ്പെക്ട്ര, മാഗ്നറ്റിക് ബിഹേവിയർ, അതുപോലെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ, സെപ്പറേഷൻ ഓഫ് ലാന്തനൈഡ്സ് എങ്ങനെയാണ് വരുന്നത്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ മെറ്റൽ അയോൺ പ്രസന്റ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, അതുപോലെ ഇതിൽ സോഡിയം പൊട്ടാസ്യം പമ്പ്, കാർബോണിക് ആൻഹൈഡ്രൈസ്, കാർബോക്സി പെപ്റ്റിഡൈസ്, എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് സം ട്രേസ് മെറ്റൽ, ടോക്സിസിറ്റി ഓഫ് മെറ്റൽ അയോൺസ്, ഡിഫറെന്റ് മെറ്റൽസ്, അതായത് ലെഡ്, മെർക്കുറി, കാഡ്മിയം, ആർസനിക്, ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ ടോക്സിസിറ്റി എങ്ങനെയാണ് വരുന്നത്, ചീലേറ്റിംഗ് ഏജന്റ് ഇൻ മെഡിസിൻ, അയൺ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ബയോസിസ്റ്റം, ഹീമോഗ്ലോബിൻ, അതുപോലെ മയോഗ്ലോബിൻ, ഹീമോസയാനിൻ, അതൊക്കെയാണ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അയൺ. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിലാണെങ്കിൽ ഡെഫിനിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്, ഇതിൽ നമുക്ക് 18 ഇലക്ട്രോൺ റൂൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ഇതിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ, റിഡക്റ്റീവ് കാർബണൈലേഷൻ, തെർമൽ ആൻഡ് ഫോട്ടോകെമിക്കൽ ഡീകമ്പോസിഷൻ, അതുപോലെ സ്ട്രക്ചർ ഓഫ് മോണോന്യൂക്ലിയർ ആൻഡ് ബൈന്യൂക്ലിയർ കാർബണൈൽ ഓഫ് ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ദെൻ സിഒയുടെ ഒരു സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, സൈനർജിക് എഫക്ട് ആൻഡ് യൂസ് ഓഫ് IR ഡാറ്റ ടു എക്സ്പ്ലെയിൻ എക്സ്റ്റെൻഡ് ഓഫ് ബാക്ക് ബോണ്ടിങ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രി. അതിൽ ഓർഗാനോ മെറ്റാലിക്, കോർഡിനേഷൻ കോമ്പൗണ്ട്, ട്രാൻസിഷൻ ആൻഡ് ഇന്റർ ട്രാൻസിഷൻ, ബയോ ഇനോർഗാനിക് ഒക്കെ നല്ല ഇമ്പോർട്ടന്റും നല്ല വെയിറ്റേജും വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക്കിന്റെ ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ഹൈബ്രിഡൈസേഷൻ, ഷേപ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിൽ ഇൻഡക്റ്റീവ് ഇലക്ട്രോമെറിക്, റെസൊണൻസ് ആൻഡ് മീസോമെറിക് എഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട്, അതുപോലെ തന്നെ ഹോമോളിറ്റിക് ആൻഡ് ഹെട്രോളിറ്റിക് ഫിഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, ദെൻ ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോഫിലിസിറ്റി ആൻഡ് ബേസിസിറ്റി, അതുപോലെ ഇന്റർമീഡിയറ്റ്, കാർബോകാറ്റോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽ, കാർബീൻ സ്റ്റെബിലിറ്റി, അതുപോലെ അഡീഷൻ, എലിമിനേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ,
സ്റ്റീരിയോ കെമിസ്ട്രി നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഇതിലുള്ള ഓരോന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കോൺഫിഗറേഷൻ ചോദിക്കും. ഡി ആൻഡ് എൽ ആൻഡ് ആർ ആൻഡ് എസ് കോൺഫിഗറേഷൻ എഴുതാൻ, ഇ ആൻഡ് സെഡ് നൊട്ടേഷൻ, അതുപോലെ ഫിഷർ പ്രൊജക്ഷൻ, ന്യൂമാൻ, സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല, അതിന്റെ ഇന്റർ കൺവേർഷൻസ് എങ്ങനെയാണ് വരുന്നത്, സിസ് ട്രാൻസ് ആൻഡ് സിൻ ആന്റി ഐസോമർ, അതുപോലെ തന്നെ ഇനാൻഷോമർ, അതുപോലെ കൈറാലിറ്റി, അസിമെട്രി, ഡയാസ്റ്റീരിയോമേഴ്സ്, മീസോ സ്ട്രക്ചേഴ്സ്. സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് എല്ലാ ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ദെൻ കെമിസ്ട്രി ഓഫ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ, കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ആൽക്കെയിൻ ആണ്. അതിൽ നെയിം റിയാക്ഷൻസ് നന്നായിട്ട് നോക്കുക. വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻസ്, അതുപോലെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനിലെ ഹാലോജനേഷൻ. കാർബൺ കാർബൺ പൈ ബോണ്ടിലാണെങ്കിൽ E1 മെക്കാനിസം, E2, E1 CB, സെയ്റ്റ്സഫ് ആൻഡ് ഹോഫ്മാൻ എലിമിനേഷൻ, അതുപോലെ മാർക്കോണിക്കോഫ് ആൻഡ് ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ, ഓക്സിമെർക്കുറേഷൻ ആൻഡ് ഡീമെർക്കുറേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഓസോണോളിസിസ്, റിഡക്ഷൻ, സിൻ ആൻഡ് ആന്റി ഹൈഡ്രോക്സിലേഷൻ, 1,2 and 1,4 അഡീഷൻ, ഡീൽസ് ആൾഡർ റിയാക്ഷൻസ്, അതുപോലെ തന്നെ അസിഡിറ്റി, ഇലക്ട്രോഫിലിക് ആൻഡ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ, റിയാക്ഷൻസ് ഓഫ് ആൽക്കെയിൻ. സൈക്ലോ ആൽക്കെയിൻ ആൻഡ് കൺഫർമേഷണൽ അനാലിസിസിലാണെങ്കിൽ ബെയർ സ്ട്രെയിൻ തിയറി, അതുപോലെ കൺഫർമേഷണൽ അനാലിസിസ്, ഇത് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വരുന്ന ഭാഗം തന്നെയാണ്. എനർജി ഡയഗ്രാം ഓഫ് സൈക്ലോ ഹെക്സേൻ, ചെയർ ബോർഡ് ആൻഡ് ട്വിസ്റ്റ് ബോർഡ് ഫോം. അരോമാറ്റിക് ഹൈഡ്രോകാർബൺ, അരോമാറ്റിസിറ്റിയിൽ ഹക്കൽ റൂൾ വെച്ചിട്ട് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുണ്ടായിരിക്കും. അതുപോലെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഓർ അസൈലേഷൻ, അതുപോലെ ഡയറക്റ്റിംഗ് എഫക്ട് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്. കെമിസ്ട്രി ഓഫ് ഹാലജനേറ്റഡ് ഹൈഡ്രോകാർബണിലാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് വരുന്നത്. അതിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, SN1, SN2, SNI മെക്കാനിസം, അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അതുപോലെ അരൈൽ ഹാലൈഡ്സ്. അരൈൽ ഹാലൈഡ്സിലാണെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഡയാസോണിയം സോൾട്ട്, അതുപോലെ SNAR ബെൻസൈൻ മെക്കാനിസം. Then organometallic compound of magnesium and lithium and their use in synthesis. ആൽക്കഹോൾ, ഫീനോൾ, ഈതർ, ഇപ്പോക്സൈഡിലാണെങ്കിൽ ആൽക്കഹോൾ, അതിന്റെ റിയാക്ടിവിറ്റി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾ, ബ്ലോവോൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ, ഇതിലുള്ള നെയിം റിയാക്ഷൻസ് നോക്കണം. പിനാക്കോൾ, പിനാക്കോളോൺ റീഅറേഞ്ച്മെന്റ്, അതുപോലെ ഫീനോളിലാണെങ്കിൽ നമുക്ക് റൈമർ ടൈമാൻ, അതുപോലെ കോൾബ് റിയാക്ഷൻ, ഫ്രൈസ് ആൻഡ് ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ്, അതിന്റെ മെക്കാനിസംസ്. അതുപോലെ ഈതർ ഇപ്പോക്സൈഡിലാണെങ്കിൽ റിയാക്ഷൻ ഓഫ് ഇപ്പോക്സൈഡ് വിത്ത് ആൽക്കഹോൾ, അമോണിയ, ഡെറിവേറ്റീവ്സ് ആൻഡ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. കാർബണൈൽ കോമ്പൗണ്ട്സും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിലുള്ള എല്ലാ നെയിം റിയാക്ഷൻസും നന്നായിട്ട് നോക്കേണ്ടതാണ്. ആൾഡോള്, ബെൻസോയിൻ കണ്ടൻസേഷൻ, നോവനോഗൽ, ക്ലൈസൺ സ്മിത്ത്, പെർക്കിൻ, കാനിസാറോ, വിറ്റിക് റിയാക്ഷൻ, ബെക്മാൻ, ബെൻസിൽ, ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ്, ഹാലോഫോം, ബെയർ വില്ലീഗർ ഓക്സിഡേഷൻ, അതുപോലെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, അതിലെ ക്ലെമൻഷൻ, വോൾഫ് കീഷ്ണർ, ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്, സോഡിയം ബോറോഹൈഡ്രേറ്റ്, MPV, PDC ആൻഡ് PGC. അതുപോലെ ആക്റ്റീവ് മെത്തിലിൻ കോമ്പൗണ്ടിൽ കീറ്റോയിനോൾ ടോട്ടോമറിസം എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ആപ്ലിക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് ഡൈമീഥൈൽ മാലോണേറ്റ് ആൻഡ് ഈഥൈൽ അസറ്റോഅസറ്റേറ്റ്. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ഇതിലും നെയിം റിയാക്ഷൻസ് നന്നായിട്ട് നോക്കുക. ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ, കുർട്ടിയസ് റീഅറേഞ്ച്മെന്റ്, റെഫർമാറ്റ്സ്കി, ക്ലൈസൺ കണ്ടൻസേഷൻ, ഡിക്മാൻ റീഅറേഞ്ച്മെന്റ് എങ്ങനെയാണ് വരുന്നത്, പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ തയോള്, തയോഈതർ, സൾഫോണിക് ആസിഡ് ആണ്. നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിലും ഇമ്പോർട്ടന്റ് നെയിം റിയാക്ഷൻസ്, ഗബ്രിയൽ താലിമൈഡ്, കാർബേലമീന്, മാനിച്ച് റിയാക്ഷൻ, ഹോഫ്മാൻ എക്സോസ്കി മെത്തിലേഷൻ, ഹോഫ്മാൻ എലിമിനേഷൻ, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ വിത്ത് ഹിൻസ്ബർഗ് റീഅറേഞ്ച്മെന്റ്, അതുപോലെ നൈട്രസ് ആസിഡ്, ഡയാസോണിയം സോൾട്ട്, അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് സിന്തറ്റിക് ആപ്ലിക്കേഷൻസ്. പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസിലാണെങ്കിൽ ഫിനാന്ത്രീൻ, നാഫ്തലീൻ, അതുപോലെ ആന്ത്രസീൻ, ഇതിന്റെ റിയാക്ഷൻസ്, സ്ട്രക്ചർ, പ്രിപ്പറേഷൻ ആൻഡ് സ്ട്രക്ചറൽ ഇലൂസിഡേഷൻസ് ഓഫ് നാഫ്തലീൻ ആൻഡ് ആന്ത്രസീൻ, അതുപോലെ പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺ. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ അരോമാറ്റിസിറ്റി ഇൻ 5 മെമ്പേർഡ് ആൻഡ് 6 മെമ്പേർഡ് റിംഗ് കണ്ടെയ്നിങ് 1 ഹെട്രോ ആറ്റം, അതുപോലെ സിന്തസിസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് യുറാന്, പൈറോള്, തയോഫിൻ, പിരിഡിൻ, പിരമിഡിൻ, സ്ട്രക്ചറൽ ഇലൂസിഡേഷൻ ഓഫ് ഇൻഡോൾ, അതുപോലെ ഫിഷർ ഇൻഡോൾ സിന്തസിസ്, ക്വിനോളിൻ, ഐസോക്വിനോളിൻ, അതിന്റെ സ്ക്രോപ്പ് സിന്തസിസ്, ഫ്രെഡ്ലാൻഡർ സിന്തസിസ് എങ്ങനെയാണ്, നോർ ക്വിനോളിൻ സിന്തസിസ്, അതുപോലെ തന്നെ ഓരോ റിയാക്ഷൻസും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ റിയാക്ഷൻസും. ദെൻ ആൽക്കലോയിഡ്സ്,
ആൽക്കലോയിഡ്സിലാണെങ്കിൽ നമുക്ക് ഓഫ്മാൻ എക്സോസ്റ്റീവ് മെത്തിലേഷൻ, അതുപോലെ തന്നെ എംഡേഴ്സ് മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഓഫ് നിക്കോട്ടിൻ, ഹൈഗ്രീൻ, ക്യുനൈൻ, മോർഫിൻ, കൊക്കൈൻ ആൻഡ് റിസർപിൻ. അതുപോലെ ടെർപീൻസ്, ഐസോപ്രിൻ റൂൾ ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഐസോപ്രിൻ റൂള്. അതുപോലെ ഇലൂസിഡേഷൻ ഓഫ് സ്ട്രക്ചർ ആൻഡ് സിന്തസിസ് ഓഫ് സിട്രാൽ, നീറാൽ ആൻഡ് ആൽഫ ടെർപീനിയോൺ. സ്പെക്ട്രോസ്കോപ്പിയിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ ആപ്ലിക്കേഷൻ ഓഫ് വുഡ്വേർഡ് ഫീഷർ റൂള്, അതിൽ ലാംഡാമാക്സ് കാൽക്കുലേഷൻ ആണ് നമുക്ക് ചോദിക്കാറുള്ളത്. അത് കോൺജുഗേറ്റഡ് ഡൈൻസിലും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിലും ചോദിക്കാറുണ്ട്. ലാംഡാമാക്സ്, എപ്സിലോൺ മാക്സ്, അതുപോലെ ക്രോമോഫോർ, ഓക്സോക്രോമ്, ബാത്തോക്രോമിക് ആൻഡ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. Then IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് വേരിയസ് ക്ലാസസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ തന്നെ IR സ്പെക്ട്ര ഓഫ് ആൽക്കെയിൻ, ആൽക്കീൻ ആൻഡ് സിമ്പിൾ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ആൻഡ് their ഡെറിവേറ്റീവ്സ്. അതുപോലെ NMR സ്പെക്ട്രോസ്കോപ്പിയിലാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഷിഫ്റ്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽ, സ്പിൻ കപ്ലിംഗ് ആൻഡ് ഓവർഹൗസർ എഫക്റ്റ് ഇൻ ഇന്റർപ്രിറ്റേഷൻ ഓഫ് NMR സ്പെക്ട്ര, ഐസോടോപിക് എക്സ്ചേഞ്ച്. മാസ് സ്പെക്ട്രോമെട്രിയിലാണെങ്കിൽ അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഫ്രാഗ്മെന്റേഷൻ റൂൾ, അതുപോലെ ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, സ്ട്രക്ചറൽ ഇലൂസിഡേഷനിലാണ് നമ്മൾ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് മാസ് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഓർഗാനിക്കിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനെ 3 ഏരിയ ആയിട്ടാണ് CUETക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അതിലൊരു കംപ്ലീറ്റ് സിലബസിന്റെ ഒരു ബ്രീഫ് ആയിട്ട് ഏതൊക്കെയാണ് അതിൽ വരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിലബസ് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ മൊഡ്യൂളിലും അതിന്റെ സബ് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയാണ് നമ്മുടെ CUET PG 2026 കെമിസ്ട്രിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.